ഏറ്റവും ബഹുമാനരായ നേതാക്കൾ, യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് സഖാവ് മുരളി തരേക്കാട്, ബഹുമാനായ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി സഖാവ് എം പി രാജേഷ്, വേദിയിലുള്ള സഖാവ് എ കെ ബാലനും കൃഷ്ണദാസും സഖാവ് എം സ്വരാജും സഖാവ് ടി ഡി ജയബാലനും സഖാവ് മുഹമ്മദ് മുഹ്സിനും പ്രഭാകരേട്ടനും ഒക്കെ ഉൾപ്പെടെ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെല്ലാം ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ പൊതുയോഗത്തിൽ എത്തിച്ചേർന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. സഖാവ് പിണറായി വിജയൻ എത്തിച്ചേരുന്നതിന് മുമ്പുള്ള ചെറിയ സമയം കൊണ്ട് ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കൃത്യമായ രാഷ്ട്രീയ ധാരണയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായി പാലക്കാട്ടെ അസംബ്ലി നിയോജക മണ്ഡലം അതിൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ വിപുലമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവേശിച്ചിട്ടുള്ളത്. മറ്റെല്ലായിടത്തും പോലെ പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും കൃത്യതയോടുകൂടി ചർച്ച ചെയ്യേണ്ടത് നല്ല രാഷ്ട്രീയമാണ് എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അതിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ചർച്ചയുണ്ടാകണം. 8.5 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസനത്തിന്റെ സമാനതകളില്ലാത്ത സാധ്യതകൾ ചർച്ച ചെയ്യണം. കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളിയെ ഒറ്റപ്പെടുത്താനും ദുരന്ത മുഹൂർത്തത്തിൽ അപായകരമായ വിധത്തിൽ പ്രവർത്തിക്കാനും സംഘടിതമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമത്തിനു മുമ്പിൽ കാഴ്ചക്കാരായി നിന്ന് കേരളത്തിന് കിട്ടുന്ന ഓരോ പ്രഹരവും 3.5 കോടി മലയാളിക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന് കരുതാതെ അങ്ങനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇകഴ്ത്തി കാണിക്കാം എന്ന് ശ്രമിക്കുന്ന നെറുകെട്ട രാഷ്ട്രീയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ സമീപനവും ഒക്കെ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നിർഭാഗ്യവശാൽ ഈ തിരഞ്ഞെടുപ്പിൽ നല്ല രാഷ്ട്രീയം പറയാൻ എതിർപക്ഷത്ത് നിൽക്കുന്ന BJPക്കും കോൺഗ്രസും തയ്യാറല്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ മുമ്പിൽ നാം കാണുന്ന അപകടകരമായിട്ടുള്ള ചില മണിനാദങ്ങളാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു, നമ്മുടെ രാജ്യത്തിന്റെ നേർരാഷ്ട്രീയം എല്ലാ വിധത്തിലും ഉരച്ചു പരിശോധിച്ച് ശരിയുടെ പക്ഷം തീരുമാനിക്കാനാണ് കേരളം തയ്യാറാകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, 23-ാം തീയതി രാവിലെ 8 മണി വരെ ജനാധിപത്യ കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാവർക്കും വിജയം അവകാശപ്പെടാൻ അനുവാദമുണ്ടെങ്കിലും 23-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ പാലക്കാട് ഒരാളെയെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുകയുള്ളൂ. അയാളുടെ പേര് ഇതിനകം പാലക്കാട് തീരുമാനിച്ചു. അതാണ് ഡോക്ടർ പി സരിൻ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എന്തെല്ലാം വിധത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കേണ്ടത്? 8.5 വർഷക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ടാകും. ആന കയറിയ കരിമ്പിൻതോട്ടം പോലെ കേരളത്തിന്റെ വികസന മാതൃകകൾ മാത്രമല്ല, കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തെ പോലും ചവിട്ടി ഞെരിച്ച 5 വർഷക്കാലം അപായകരമായ വിധത്തിൽ ഈ കേരളം ഭരിച്ച ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് കേരളത്തിന്റെ ജനത വലിച്ചെറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്. 92 അംഗങ്ങളുടെ പിൻബലത്തോടെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന 1-ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഘട്ടം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാനും സഖാവ് സ്വരാജും സഖാവ് മുഹമ്മദ് മുഹസിനും ഒക്കെ അംഗങ്ങളായിട്ടുള്ള കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിലെ ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള കോഴിക്കോട്ട് MLA സഖാവ് A പ്രദീപ് കുമാർ അവതരിപ്പിച്ച ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള സബ്മിഷൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച സ്കൂളിന്റെ മുമ്പിൽ നിന്നാണ്. മലാപ്പറമ്പിലെ ഒരു സർക്കാർ വിദ്യാലയം ലാഭകരമല്ലെന്ന പേര് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെന്റ് അടച്ചുപൂട്ടപ്പെട്ടതിനെതിരെ
എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വലിയ സമരത്തിന്റെ പന്തലിൽ നിന്നാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഈ കേരളത്തിൽ ഇനി ലാഭനഷ്ട കണക്കിന്റെ പേരിൽ ഒരു പള്ളിക്കൂടവും അടച്ചിടാൻ പോകുന്ന സ്ഥിതി ഉണ്ടാകരുത്. കേരളത്തിൽ ലാഭനഷ്ട കണക്കിന്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാലയങ്ങൾ, 600 രൂപ എന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ 18 മാസക്കാലം കൊടുക്കാൻ കഴിയാത്തതിന്റെ ദുരന്ത ഫലങ്ങൾ, ആശുപത്രികളിൽ മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മൃതശരീരത്തിന്റെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി പോലും സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത സ്ഥിതിവിശേഷം, കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ മാറി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത മാറ്റത്തിന് വഴിമരുന്നിട്ട്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റത്തിന്റെ വഴി തുറന്നിട്ട്, കേരളത്തിൽ വീടില്ലാത്തവന്റെ തലയ്ക്കു മീതെ കൂരയെന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കി, മണ്ണില്ലാത്തവന് മണ്ണ് കൊടുക്കൽ ഈ ഗവൺമെന്റിന്റെ നയമാണെന്ന് പ്രഖ്യാപിച്ച്, ഒരു ദുരന്തത്തിനും മലയാളക്കരയെ വിട്ടുകൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്നിടത്തോളം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 5 വർഷക്കാലം ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിൽ ആരംഭിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, കേരളത്തിൽ ആരംഭിച്ച ആർദ്രമെന്ന ആരോഗ്യ പദ്ധതി, കേരളത്തിൽ ആരംഭിച്ച ലൈഫ് എന്ന ഭവന നിർമ്മാണ പദ്ധതി, കേരളത്തെയാകെ മലിനീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും കൃഷിയിലേക്കും സമഗ്രമായ വെള്ള വിധാനത്തിലേക്കും കൊണ്ടുപോകാൻ തീരുമാനിച്ച ഹരിതം, ആ ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നു സഖാവ് AK ബാലൻ. ആ ഗവൺമെന്റ് കേരളത്തിലെ 600 രൂപ 18 മാസക്കാലം കിട്ടാതിരുന്ന ആ പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ ചിതകളിലേക്ക് പോകേണ്ടി വന്ന അമ്മമാരുടെ, അവരുടെ ബന്ധുക്കളുടെ ഒടുങ്ങാത്ത കനലെരിയാത്ത ഭൂമികളിൽ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ അന്ന് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു 600 രൂപ എന്ന 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളത് UDF ആണ്. പക്ഷേ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ പ്രശ്നം, കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേൽപ്പിച്ചിരിക്കുന്നു, 18 മാസക്കാലത്തെ കുടിശ്ശികയും ഞങ്ങൾ കൊടുത്തു തീർക്കും. 18 മാസക്കാലത്തെ കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും എന്ന് മാത്രമല്ല, കേരളത്തിലെ 600 രൂപയുടെ പെൻഷൻ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് 1000 ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് ഒരു മാസവും മുടങ്ങാതെ 1600-ലേക്ക് കൊണ്ടുപോയതിന്റെ അനുഭവങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഗവൺമെന്റിന് ഇന്ത്യയുടെ മുമ്പിൽ ഒരു പേരേ ഉള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ്. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ BJP പലയിടത്തും ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ 5 മാസക്കാലത്തെ പെൻഷൻ എന്തേ കൊടുത്തില്ല? ഇവരുടെ പ്രസംഗം കേട്ടാൽ തോന്നും അവര് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പണം മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണവർ. അല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണമേ ഏറ്റെടുത്ത് 102 മാസമാണ് അക്ഷരാർത്ഥത്തിൽ തികയുന്നത്. ആ 102 മാസത്തിൽ 97 മാസക്കാലവും മുറ തെറ്റാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്ത ഒരു ഗവൺമെന്റിന് 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാൻ പ്രത്യേകമായ ഏതെങ്കിലും വിരോധം കേരളത്തിനോടുണ്ടോ? ഉള്ള കാലത്ത് ഉള്ളതിനേക്കാൾ നന്നായി കൊടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ച 4 മിഷനുകളെ, കേരളത്തിലെ പാവപ്പെട്ടവന് കൊടുക്കാൻ നിശ്ചയിച്ച സാമൂഹിക ക്ഷേമ പെൻഷനെ, കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തിയ കിഫ്ബിയെ, എന്തിനേറെ പറയുന്നു കേരളത്തിലെ പാവപ്പെട്ട സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി പോലും മുടക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ. 1,74,000 കോടി രൂപ കേരളത്തിന്റെ അവകാശം, കേരളത്തിലെ ജനതയുടെ അവകാശം, അത് നിഷേധിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നിലയുറപ്പിച്ച അപമാനകരമായ ജനാധിപത്യ വിരുദ്ധമായ നടപടി കേരളത്തിന്റെ മണ്ണിലുണ്ടായപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷം കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്തായിരുന്നു? കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഈ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക്, തണുക്കുന്ന ഡൽഹിയുടെ മണ്ണിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു സമരം നടത്താൻ നിശ്ചയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔപചാരികമായി അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ്
ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ചർച്ച ചെയ്തത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടുമാണ്. എല്ലാവരും ഉണ്ടല്ലോ പാലക്കാട്. ഒരു തർക്കത്തിന് വേണമെങ്കിൽ തർക്കത്തിന് ഞങ്ങൾ തയ്യാർ. 8ന്റെ സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും പറഞ്ഞു. കണക്കുകൾ നിരത്തി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഫെഡറൽ രാജ്യത്ത്, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പെരുമാറാൻ പാടുമോ? ഇല്ലേ ഇല്ല. രണ്ടുപേരും ഉത്തരം പറഞ്ഞു. എന്നാൽ കേരളത്തിന്റെ അവകാശം നിലനിർത്താൻ നമുക്കൊരു സമരത്തിലേക്ക് പോകണ്ടേ? തീയതി നിങ്ങൾക്ക് തീരുമാനിക്കാം, സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം. പക്ഷേ ഈ പാർലമെന്റ് യോഗം പിരിയുന്നതിന് മുമ്പ് എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, ആ ദിവസം കേരളത്തെ ആകെ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമരത്തിൽ നിന്ന് എന്തേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാറി നിന്നു? ഈ കേരളത്തിന്റെ അവകാശമായിട്ടുള്ള അരി വിഹിതം മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തിയതുപോലെ രാഷ്ട്രീയത്തിന്റെ ഇസങ്ങളില്ലാതെ, കൊടികളുടെ നിറമില്ലാതെ 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളിയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു സമരത്തിൽ നമുക്ക് ഒത്തുപോകാം എന്ന് തീരുമാനിച്ചപ്പോ എന്തേ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ സമരം നടത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടായില്ല? മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും ഈ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വന്നു, ഡൽഹിയിലെ മുഖ്യമന്ത്രി വന്നു, പഞ്ചാബിലെ മുഖ്യമന്ത്രി വന്നു, കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള വന്നു, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, അവരെല്ലാം എത്തി. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഫെഡറലിസം നടപ്പിലാക്കുന്ന രാജ്യത്ത് സംസ്ഥാനങ്ങളെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്തേ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടായില്ല? ഏതെങ്കിലും വിധത്തിൽ കേരളത്തിന് പണം കിട്ടിയാൽ കേരളം ലൈഫിലൂടെ പാവപ്പെട്ടവന് കൂരയൊരുക്കും. ഏതെങ്കിലും വിധത്തിൽ അവകാശമായ പണം കിട്ടിയാൽ കേരളം പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഏതെങ്കിലും വിധത്തിൽ അവകാശമായിട്ടുള്ള പണം കിട്ടിയാൽ പുതിയ പള്ളിക്കൂടങ്ങൾ പണിയും, പുതിയ ആശുപത്രികൾ രംഗപ്രവേശം ചെയ്യും. അതുണ്ടാകരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേരളത്തെ ദ്രോഹിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയിൽ ഒപ്പം നിന്നു എന്ന കുറ്റത്തിന് എവിടെ പോയിട്ടാണ് പ്രതിപക്ഷം ഈ പാപത്തിൽ നിന്ന് സ്നാനം നടത്തി രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. കേരളത്തിന്റെ ലഭ്യമാകുന്ന അവകാശങ്ങളിൽ മാത്രമല്ല, ഈ കേരളത്തെ ദുരന്ത മുഹൂർത്തങ്ങളിൽ ഒറ്റപ്പെടുത്തുക എന്ന അപമാനകരമായ രാഷ്ട്രീയം കേന്ദ്രം കളിക്കുമ്പോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമുണ്ടോ? 2018 അതിഭീകരമായ പ്രളയത്തിൽ കേരളം കണ്ടതാണല്ലോ 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തെ സഹായിക്കാൻ തയ്യാറായ എല്ലാ വഴികളും അടച്ചു കേന്ദ്ര ഗവൺമെന്റ്. സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് പോലും കൊടുക്കരുതെന്ന് നിശ്ചയിക്കാനുള്ള ശ്രമത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസും നിർഭാഗ്യവശാലുണ്ടായി. അതിന്റെ തനിയാവർത്തനം ഇന്ന് നടക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 30 ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു ദുരന്തം. ജൂലൈ 30 പുലർച്ചെ 1 മണിക്കും 3 മണിക്കും പൊട്ടിയ ഉരുളിൽ നഷ്ടപ്പെട്ടു പോയ ഗ്രാമങ്ങളും മനുഷ്യരും ഒരു കനലായി, തേങ്ങലായി ഇന്നും മലയാളികളുടെ മനസ്സിൽ നിൽക്കുകയാണ്. പുഞ്ചിരിമുറ്റത്ത്, അട്ടാമലയിൽ, ആറാമലയിൽ, മുണ്ടക്കയിൽ, ചൂരൽമലയിൽ മരണപ്പെട്ടവരുടെ ഔപചാരികമായ കണക്ക് 284 പേരെയും നേരിട്ട് തിരിച്ചറിഞ്ഞതല്ല. 174 മൃതശരീരങ്ങളും 2 ശരീരഭാഗങ്ങളും നേരിട്ട് തിരിച്ചറിഞ്ഞു. ബാക്കി DNA ടെസ്റ്റിലൂടെ, നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളിലൂടെ 284 പേരുടെ ഔപചാരികമായ മരണം സ്ഥിരീകരിച്ചു. 47 പേർ ഇനിയും കണ്ടെത്താനുണ്ട് ചൂരൽമലയുടെ ഭൂമികകൾക്കകത്ത്. ഞാൻ 10 ദിവസക്കാലം മുമ്പ് വയനാട്ടിൽ പോയപ്പോ സുധിയെ കണ്ടു. മഹാദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ഓർത്ത് ഈ കേരളം മുഴുവൻ കരഞ്ഞില്ലേ? സുധി എന്ന പെൺകുട്ടി. അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും ചൂരൽമലയിലെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. ആസ്റ്റർ മെഡിസിറ്റിയിലെ നഴ്സായത് കൊണ്ട് മാത്രം അവൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ കൂട്ടായി കരുതിയത് ജെൻസൺ എന്ന പ്രതിശ്രുത വരനെയാണ്. ജെൻസനെയും ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു. സുധിയെ ഒറ്റപ്പെടുത്തിയില്ല കേരളം. ആ സുധി എന്ന പെൺകുട്ടിക്ക് കേരളത്തിലെ ഗവൺമെന്റ് സർക്കാർ ജോലി തന്നെ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ഒരാളെയും ഒറ്റപ്പെടുത്തില്ല എന്ന് കേരളം നിശ്ചയിച്ചു. കേവലം ഒരു സുധിയല്ല,
10 സ്ത്രീകൾ, 5 പുരുഷന്മാർ, 18 വയസ്സു തികയാത്ത 6 കുട്ടികൾ, 21 പേർക്ക് ഇനി രക്തബന്ധുക്കൾ ആരും ജീവനോടെ നമ്മുടെ നാട്ടിൽ ശേഷിച്ചിരിക്കുന്നില്ല. 284 പേർ മരണപ്പെട്ടതിൽ 8 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കണക്കെടുത്ത് പരിശോധിച്ചപ്പോ 57 പേർക്ക് കൊടുത്ത കണക്ക് അവരുടെ കോളം നില്ലാണ്, ഒരു മറുപടിയുമില്ല. വയനാട്ടിലെ ജില്ലാ കളക്ടറോട് ഞാൻ അന്വേഷിച്ചു, എന്തേ 57 പേർ ബാക്കി നിൽക്കുന്നു, അവരുടെ നഷ്ടപരിഹാരം നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? IAS ആണെങ്കിലും വിതുമ്പലോടെ വയനാട്ടിലെ ജില്ലാ കളക്ടർ പറഞ്ഞു, സാർ, ആ 57 പേർക്ക് രക്തബന്ധുക്കളായി, ആശ്രിതരായി ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇനി ജീവിച്ചിരിക്കുന്നില്ല. 17 കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് തർപ്പണം നടത്താൻ, ഒപ്പീസു ചൊല്ലാൻ ഒരു മനുഷ്യൻ ബാക്കിയില്ല ചൂരൽമലയിൽ. അത്ര വലിയ ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ജൂലൈ 30 അർദ്ധരാത്രിയും കഴിഞ്ഞ നേരത്ത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ആശുപത്രികൾക്കിടയിലൂടെ ഭ്രാന്തമായ അനുഭവത്തിലൂടെ നടന്നു പോകുന്ന നേരത്ത് നിലവിളികളുടെ കൂട്ടത്തിൽ ഒരമ്മയെ കണ്ടു. എൻ്റെ അമ്മയുടെ അതേ ഉയരമുള്ള ഒരു സ്ത്രീ, എന്നെക്കാൾ ഉയരം കുറവാണ് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ അതേ ഉയരമുള്ള ഒരു സ്ത്രീ. എൻ്റെ അമ്മയ്ക്ക് 81 വയസ്സാണ്, ഏതാണ്ട് അതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീ. 2 നഴ്സുമാരുടെ കൈകൾ തകർത്തെറിയാൻ ശ്രമിച്ചവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് ആ മക്കളെ കാണണം. സാധാരണ നിലയിൽ വിലങ്ങുന്ന, ഉറയ്ക്കുന്ന, വിതുമ്പുന്ന ഒരമ്മ എൻ്റെ അമ്മയാണെന്ന ധാരണയിൽ ഞാൻ അവരെ ചേർത്തു പിടിച്ചു, നെറുകയിൽ തലോടി. സാധാരണ മനുഷ്യരുടെ മറുപടി പോലെ ഞാൻ പറഞ്ഞു, മക്കൾ തിരിച്ചു വരും എന്ന് കരുതുക, കണ്ട കാഴ്ചകൾ മറക്കാൻ ശ്രമിക്കുക, ഒന്നുറങ്ങി വെളുക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ആ അമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, ഞാനൊരു മന്ത്രിയാണെന്ന് ആ അമ്മയ്ക്ക് അറിയുന്നതേയില്ല. ആ അമ്മ ഞാനൊരു നാട്ടുകാരനാണെന്ന ധാരണയിൽ എന്നോട് പറയുകയാണ്, മോനെ, മുണ്ടക്കൈയിലെ മസ്ജിദിന്റെ എതിർവശത്ത് നമ്മുടെ സുദേവന്റെ വീടുണ്ടല്ലോ, സുദേവന്റെ വീടിന്റെ പിറകിൽ മുഹമ്മദിന്റെ വീട്, മുഹമ്മദിന്റെ വീടിന്റെ പിറകിൽ ബഷീറിന്റെ വീട്, ബഷീറിന്റെ വീടിന്റെ പിറകിലാണല്ലോ എന്റെ വീട്. ഈ ദുരന്തമുണ്ടായി 3 മണിയുടെ 2ാമത്തെ ഉരുളും പൊട്ടി. അരമണിക്കൂർ കഴിഞ്ഞ് കണ്ടവരെയൊക്കെ കൂട്ടാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ 16 പേരായി. ബാക്കിയുള്ളവരെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ പേര് വിളിച്ച് 2 മക്കൾ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് ബഷീറിന്റെ മക്കളാണ്, ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ 16 പേരും ഓടി എന്റെ വീടിന്റെ പിറകിലേക്ക് പോയപ്പോ ബഷീറിന്റെ വീടിനോട് ചേർന്ന് അവരുടെ 2 മക്കൾ, 13 വയസ്സായ മൂത്തവനും 11 വയസ്സായ 2ാമത്തവനും, കോൺക്രീറ്റിന്റെ പാളി അവരുടെ തലയ്ക്ക് മീതെയുണ്ട്. പൊട്ടി വീണ സ്ലാബ് അനുജന്റെ തലയിലേക്ക് വീഴാതിരിക്കാൻ ജ്യേഷ്ഠൻ, ഉയരം കൂടിയ 13 വയസ്സുകാരൻ, തലകൊണ്ട് താങ്ങിപ്പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ പെറ്റില്ലെങ്കിലും മുല കൊടുത്തില്ലെങ്കിലും അവരെന്റെ മക്കളെ പോലെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഓടാൻ നോക്കി, പക്ഷെ ചെളിയിൽ ഞങ്ങൾ താന്നു പോവുകയാണ്. ഒരു വടിയെറിഞ്ഞു കൊടുത്തു, ഒരു കയറെറിഞ്ഞു കൊടുത്തു, ഒന്നും പിടിക്കാനാകുന്നില്ല. ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അവസാനം ഉടുത്തിരുന്ന സാരി ഞാൻ വലിച്ചെറിഞ്ഞു, അവരെ കൊണ്ടുവരാൻ പറ്റും. 13 വയസ്സുകാരനും 11 വയസ്സുകാരനും ഉറക്ക നിലവിളിക്കുകയാണ്. പതുക്കെ പതുക്കെ അവർ ഭൂമിയിലേക്ക് താന്നുകൊണ്ടേയിരുന്നു. 2 പേരുടെയും നിലവിളി നിന്നുപോയി. അവരുടെ അവസാനം കണ്ട മുടിയുടെ കറുപ്പും തീർന്ന് കോൺക്രീറ്റും താഴേക്ക് പോയി. നിർഭാഗ്യമായ കാഴ്ചകൾ കണ്ട കണ്ണുകളാണ് എന്റേത്. ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? മന്ത്രിയാണ് ഞാൻ, മന്ത്രിക്കുള്ള പരിമിതികളും അധികാരങ്ങളുമുണ്ട്. എനിക്ക് തിരിച്ചു കൊടുക്കാനാകുമോ ആ 2 മക്കളെ? അമ്പയെപ്പോലെ പൊട്ടിക്കരയുന്ന അത്തരം ഒരുപാട് അമ്മമാരുടെ മുമ്പിൽ നിശബ്ദരായി തലതാഴ്ത്തേണ്ടി വന്നു. 1 മാസക്കാലത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾക്ക് അവരെ കുറിച്ച് ഓർക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് ആഗസ്റ്റ് 7-ാം തീയതി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്നു വയനാട്ടിലേക്ക് ദുരന്തം പരിശോധിക്കാൻ, L3 വിഭാഗത്തിൽ പെടുത്തണമോ എന്ന് നോക്കാൻ, എത്ര അഡീഷണൽ അസിസ്റ്റന്റ് തരണമെന്നറിയാൻ. അവരവിടെ വന്നു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആഗസ്റ്റ് 10-ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു കേരളത്തിലേക്ക്. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ടായി, ദുരന്തത്തിന്റെ നടുവിലും സഹായിക്കാൻ കൈകളുണ്ടാകും എന്ന ധാരണയുണ്ടായി. കൽപ്പറ്റയിലെ SKNJ സ്കൂളിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി, കരമാർഗം കാറിലൂടെ ബെയിലി പാലത്തിന്റെ മുകളിൽ കയറി അഭിവാദ്യം ചെയ്ത് വെള്ളാർമല സ്കൂളിലേക്ക് നടന്നു നോക്കി.
തിരിച്ചു വന്നു മേപ്പാടിയിലെ ആശുപത്രിയിൽ നൈസ എന്ന 2.5 വയസ്സുകാരി കുട്ടിയെ താലോലിക്കുന്ന ചിത്രം ലോകത്തെല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന പത്രങ്ങളുടെ 1-ാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്ര സഹമന്ത്രി, ഞങ്ങൾ 4 മന്ത്രിമാർ, അവിടുത്തെ MLA, ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരച്ചു കാണിച്ചു അതിന്റെ ഗുരുതരമായ ചിത്രങ്ങൾ, ദുരന്തങ്ങൾ, നഷ്ടങ്ങൾ. 3 മിനിറ്റ് മൗനിയായിരുന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, 979 ഗുജറാത്തിൽ നടന്ന അതിഭീകരമായ ദുരന്തത്തെക്കാൾ വലുതാണിത്. അവിടെ വളണ്ടിയറായി പ്രവർത്തിച്ച ഓർമ്മയിലാണ് ഞാൻ 3 മിനിറ്റ് നിശബ്ദനായത്. കേരളത്തെ എല്ലാ വിധത്തിലും സഹായിക്കും. ഞാൻ ചോദിക്കട്ടെ, 109 ദിവസം ചൂരൽമലയിലെ പിടഞ്ഞു വീണ മനുഷ്യന്റെ ദുരന്തത്തിന്റെ 109 ദിവസം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി കേരളത്തിന്റെ ഡൽഹിയിലെ സ്ഥാനപതിക്ക് കത്തയക്കുന്നു. ഇതൊരു ദുരന്തമായി, ദേശീയ ദുരന്തമായി കാണാനാകില്ല എന്ന് മാത്രമല്ല, 110 ദിവസത്തിനിടയിൽ ചൂരൽമലയിൽ ദുരന്തമേറ്റുവാങ്ങിയ മനുഷ്യരെ 1 രൂപയുടെ സഹായം ചെയ്യാൻ എന്റെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആരോടാണ് ഈ ഗവൺമെന്റിന് ഇത്ര വിരോധം? ഒരാൾ പറയുന്നു, STRF-ൽ കൊടുത്ത പണമുണ്ടല്ലോ, STRF-ൽ കൊടുത്ത പണം ഇത്തവണ 15-ാം ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റ് കേരളത്തിൽ കൊടുക്കേണ്ടത് 291 കോടി 20 ലക്ഷം രൂപ. STRF-ൽ 96 കോടി കേരളവും വെക്കണം. അതാണ് സംസ്ഥാന ദുരന്ത നിവാരണ നിധി. ആ നിധിയിലെ പണം ചൂണ്ടിക്കാണിക്കാൻ ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് നാണമുണ്ടാകില്ലേ? കേന്ദ്രത്തിന്റെ നിയമത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? അതോ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് കരുതിയാണോ? ജനാധിപത്യ കേരളത്തിന്റെ സഹിഷ്ണുതയെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. ജനാധിപത്യ കേരളത്തിന്റെ സഹിഷ്ണുതയെ ഞാൻ ചോദിക്കട്ടെ, STRF-ൽ കൊടുത്ത പണത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ STRF-ന്റെ നിലവിലുള്ള മാനദണ്ഡങ്ങൾ എന്താ? ഒരു വീട് തകർന്നാൽ 1,30,000 രൂപ, ഒരാൾ മരിച്ചാൽ 4 ലക്ഷം രൂപ, ഒരു വാഴ തകർന്നാൽ 5 രൂപ 20 പൈസ, ഒരു റോഡ് തകർന്നാൽ 1 കിലോമീറ്ററിന് 75,000 രൂപ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസ് ആണല്ലോ. ആ നോംസിൽ കൊടുക്കുന്ന പണം കൊണ്ട് ചൂരൽമലയിലെ ദുരന്ത ബാധിതരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനാകുമോ? STRF-ലെ പണം കിട്ടാൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരണ്ട, ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കേരളത്തിൽ പരിശോധിക്കണ്ട, കേരളത്തിലെ ദുരന്തത്തെ L3 ആയി പ്രഖ്യാപിക്കണ്ട, അതിന് കേന്ദ്ര ഗവൺമെന്റിനോടൊരു പരാതി പോലും കൊടുക്കണ്ട. വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് പരിശോധിച്ച് LSTDയുടെ എഞ്ചിനീയർ കണക്കു തന്നാൽ മന്ത്രി പോലും അറിയാതെ ഒരു ഉദ്യോഗസ്ഥന് പാസ്സാക്കാൻ പറ്റുന്ന പണത്തെ കുറിച്ചാണോ ചൂരൽമലയിലെ മനുഷ്യരുടെ ദുരന്തത്തെ കുറിച്ച് പറയുമ്പോ പറയുന്നത്? എന്നാൽ ഞങ്ങള് ആ മന്ത്രിയോട് തന്നെ ചോദിക്കട്ടെ, ഇവിടെ STRF-ൽ ഇരിക്കുന്ന പണം STRF-ന്റെ മാനദണ്ഡങ്ങൾ മാറ്റി ചൂരൽമലയിലെ ദുരന്ത മേഖലയ്ക്ക് ചെലവഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് രേഖാമൂലം കേരളത്തിന് എഴുതി തരാനുള്ള ചങ്കൂറ്റം കേന്ദ്ര ഗവൺമെന്റിനുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യ അഡ്വാൻസായി ഞങ്ങൾ ആ പണം കാണാം. നിത്യാനന്ദ റോയ് എഴുതിയ കത്ത് ബഹുമാനപ്പെട്ട മന്ത്രി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറയാതെ തന്നെ ചില സേനയെ നിങ്ങൾ വിട്ടു തന്നു. എന്തൊരു വലിയ ഔദാര്യമാണത്! ബംഗാളിൽ വറുതിയുണ്ടായ കാലത്ത് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്ന് നിർവചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളോട് എങ്ങനെ പെരുമാറണം എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. എന്തായിരുന്നു ആ നിരീക്ഷണം? 2 കാര്യങ്ങൾ. ഒന്ന്, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ജൈവിക ബന്ധമായി മാറണം. കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ജൈവിക ബന്ധമായി മാറണം. 2, ഒരു ദുരന്തമുണ്ടായാൽ, സംസ്ഥാനത്തിനൊരു പ്രയാസമുണ്ടായാൽ, സംസ്ഥാനം ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിട്ടാൽ കേന്ദ്രത്തിന്റെ റോള്, സെൻട്രൽ ഗവൺമെന്റിന്റെ റോള് ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് ആയിരിക്കണം. സുപ്രീം കോടതി നിരീക്ഷിച്ചു. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തമുണ്ടാകുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ പെരുമാറണം. ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ പെരുമാറണമെന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് സുപ്രീം കോടതി നിരീക്ഷിച്ച ഇന്ത്യയിൽ
ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയല്ല, ഒരു ചെകുത്താനെ പോലെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ വൈരാഗ്യം ഈ കേരളത്തിലോട് കാണിക്കുകയാണ്. എന്തു കുറ്റം ചെയ്തു ഈ കേരളം? കേരളം എന്തു കുറ്റം ചെയ്തു? ചൂരൽമലയിൽ ഇപ്പോഴും 47 പേരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചൂരൽമലയിലെ സാധാരണക്കാരായ മനുഷ്യർ ഈ കേന്ദ്ര ഗവൺമെന്റിനോട് എന്ത് കുറ്റം ചെയ്തു? പണ്ട് ചന്തുമേനോന്റെ കോടതിയിൽ ചെണ്ടമേളത്തിന് വിധി പറഞ്ഞതുപോലെ കൊട്ടി കൊട്ടി മറുപടി പറയേണ്ടി വരും കേന്ദ്ര ഗവൺമെന്റും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ ശൈലി ആവർത്തിക്കുമ്പോ കേരളത്തിന് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും. ഇതൊരു ജനാധിപത്യ കേരളമാണ്. കേരളം 3 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഒരു മറുപടിയും നിത്യാനന്ദ റായ് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഒന്നാമത്തെ ഡിമാൻഡ്, കേരളത്തിൽ ഉണ്ടായ ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽ പെടണം. ലെവൽ 3 L3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് 4 എണ്ണം. ഒന്ന് L0, L1, L2, L3. L0 സാധാരണ ദുരന്തം, ഒരു പ്രാദേശികമായ ദുരന്തം. L1 ജില്ലാ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാവുന്ന ദുരന്തം. L2 ഒരു സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്ന ദുരന്തം. L3 ആണ് സംസ്ഥാനത്തിനു കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദുരന്തത്തെക്കാൾ ഒരു രാജ്യമാകെ ഇടപെടേണ്ട ദുരന്തമായി മാറേണ്ട ദുരന്തത്തെയാണ് L3 എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. പണം തന്നില്ല നിങ്ങൾ, പോട്ടെ, പണം തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനായതുകൊണ്ട്. എന്നാൽ ഈ കേരളത്തിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തെ നിങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുത്തുന്നു എന്ന് പറയാൻ ഇനി എന്താ വൈകുന്നത്? ഇനി എന്താണ് അറിയേണ്ടത്? L3 വിഭാഗത്തിൽ കേരളത്തിലെ ദുരന്തത്തെ പെടുത്തിയാൽ കേരളത്തിന്റെ നേട്ടം എന്താണ്? ബാഹ്യ ഇടപെടലുകൾ, രാജ്യാന്തര സഹായങ്ങൾ. കേരളത്തിൽ നിന്ന് പോയവർ മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ള ലോകസഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, അവരുടെ ആസ്തി വികസന ഫണ്ട് പൂർണ്ണമായും ഈ ചൂരൽമല ദുരന്ത പ്രതികരണ നിധിയിലേക്ക് ഉപയോഗിക്കാം എന്നിരിക്കെ L3 വിഭാഗത്തിൽ ഈ ദുരന്തത്തെ പെടുത്താൻ എന്തേ ഈ കേരളത്തിനോട് കേന്ദ്ര ഗവൺമെന്റ് ഈ സമീപനമെടുക്കുന്നു? ഒന്നാമത്തെ കാര്യം, നിത്യാനന്ദ റായിയുടെ മറുപടിയിലേ ഇല്ല. അദ്ദേഹം പറയുന്നത് ഇത് ദേശീയ ദുരന്തം എന്ന വാക്കുപയോഗിക്കാനാകില്ല. ഞങ്ങൾ ചോദിച്ചല്ലോ, L3 എന്ന വിഭാഗത്തിൽ കേരളത്തെ പെടുത്താമോ? പെടുത്താനാകില്ലെങ്കിൽ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഈ കേരളത്തിലേക്ക് വന്നത് എന്തിനാണ്? ഇത് പരിശോധിക്കാനല്ലേ? 109 ദിവസം കഴിഞ്ഞ് ഇത് പരിശോധന പൂർത്തിയായില്ലേ? രണ്ടാമത്തെ കാര്യം, ദേശീയ ദുരന്ത നിവാരണ ഏജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ പെട്ടുപോയ സ്ഥലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കടവള്ളി എഴുതി തള്ളാൻ സെക്ഷൻ 13 പ്രകാരം ദുരന്ത നിവാരണ ആക്ട് നമ്മളെ ചുമതലപ്പെടുത്തുന്നുണ്ട്. സെക്ഷൻ 13 പ്രകാരം ദുരന്ത നിവാരണ ആക്ടിൽ ഈ കേരളത്തിലെ ചൂരൽമലയിലെ മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിലുള്ള ജനങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള തീരുമാനം 110 ദിവസം കഴിഞ്ഞിട്ടും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് എന്തേ, കേന്ദ്രത്തിലെ ഗവൺമെന്റിന് എന്തേ തർക്കം? മൂന്നാമത്തെ കാര്യം, അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. അത് കേവലം STRF അല്ല, പ്രത്യേകമായ പാക്കേജ് ആണ്. കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒക്ടോബർ 4 കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞു, വക്കീലിനോട് പറഞ്ഞു, ഈ ദുരന്തം കണ്ട് സിക്കിമിലും ഹിമാചലിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉണ്ടായതുപോലെ കേരളത്തിന് പ്രത്യേക പാക്കേജ്, അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. 14 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കാം എന്നായിരുന്നു കേരളത്തിലെ ഗവൺമെന്റിനോട്, കേരളത്തിലെ കോടതിയോട് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. 14 ദിവസം എത്ര തവണ പോയി? ഏറ്റവും അവസാനം മിനിഞ്ഞാന്ന് നടന്ന കോടതിയിലും സോളിസിറ്റർ ജനറൽ പറഞ്ഞു, വീണ്ടും ഞങ്ങൾക്ക് സമയം അനുവദിക്കണം. എന്തിനാണ് ആ സമയം? കേരളത്തെ ഇങ്ങനെ ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കുമ്പോ ആ ദുരന്തത്തിലകപ്പെട്ട കേരളത്തിനോട് ഒരു ദാർശന്യവും ഇല്ലാതെ പെരുമാറുന്നു എന്ന് മാത്രമല്ല, ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ തീക്കോരിയിടുന്ന പ്രസ്താവനകളുമായി കേരളത്തിലെ, കേന്ദ്രത്തിലെ
സഹമന്ത്രിമാരും മന്ത്രിമാരും പോലും പോകുന്നത് ജനാധിപത്യ കേരളത്തിനും ഇന്ത്യക്കും അപമാനമാണ്. ഇതൊരു ഭരണഘടന ഉറപ്പു നൽകുന്ന രാജ്യമാണ്. ഭരണഘടനാ പ്രകാരം കരുത്തു നൽകുന്ന ഒരു രാജ്യമാണ്. ഇതൊരു ഫെഡറലിസത്തെ അംഗീകരിക്കുന്ന രാജ്യമാണ്. ഇത് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനോട്, കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുമ്പോ ആ നടപടിക്കെതിരായ വലിയ സമരത്തിന് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഞങ്ങൾ രംഗത്തിറങ്ങും എന്ന് പറയേണ്ട പ്രതിപക്ഷത്തിന്റെ ഒരു സംഘം ആളുകൾ പറയുന്നു കേന്ദ്രത്തിലെ പണം മേടിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിന് പരാജയമുണ്ടായി. എവിടെയാണ് പരാജയമുണ്ടായത്? പ്രിയപ്പെട്ടവരെ, 8.5 വർഷക്കാലത്തിനിടയിൽ ഓക്കിയും നിപ്പയും 2018 അതിഭീകരമായ പ്രളയവും കോവിഡും ഉണ്ടായപ്പോ ഈ 3.5 കോടി മലയാളിയെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞവസാനിപ്പിച്ചത് ആ ദുരന്ത മുഹൂർത്തത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്തുക എന്ന അപമാനകരമായ നിലപാടെടുത്ത കേന്ദ്ര ഗവൺമെന്റിനോടും അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോടും ഈ പാലക്കാട് പൊറുക്കുമോ? കേരളം പൊറുക്കുമോ? ലോകം എവിടെയുമുള്ള മലയാളി പൊറുക്കുമോ? പൊറുക്കില്ല എന്ന പക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഒരുപക്ഷം ആളുകൾ പറയുകയാണ് ഈ ദുരന്തമുണ്ടായിട്ടും 110 ദിവസം കഴിഞ്ഞിട്ടും ഒരു സംഘം ആളുകൾ പറയുകയാണ് കേരളം ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തത് കൊണ്ടാണ് പോലും കേന്ദ്ര സഹായം കിട്ടാത്തത്. എന്തൊരു ആക്ഷേപമാണ് കേരളത്തിലെ ജനങ്ങളോട്. കേരളത്തിലെ ജനങ്ങൾ ഇത്ര ധാരണയില്ലാത്തവരാണോ? കേരളത്തിലെ ഗവൺമെന്റ് ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ സമർപ്പിക്കാതെയാണെങ്കിൽ അത് എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തിലെ ഡൽഹിയിലെ സ്ഥാനപതിക്ക് അയച്ച കത്തിൽ ഒരക്ഷരം പറഞ്ഞില്ല? അങ്ങനെയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയണ്ടേ ഞങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ ആവശ്യമായ വസ്തുതകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് കേന്ദ്രത്തിന് സഹായം തരാത്തത്? ഒരക്ഷരം മിണ്ടിയില്ല കേന്ദ്ര സഹമന്ത്രി. പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിന്തുണയല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എല്ലാ ആഴ്ചയും കേട്ടുകൊണ്ടിരിക്കുന്ന ചൂരൽമല ദുരന്തവുമായി സ്വമേധയാ എടുത്ത കേസിൽ 6 തവണ സോളിസിറ്റർ ജനറൽ ഹാജരായപ്പോഴും ഒരു വരി പറഞ്ഞില്ല കേരളം കൊടുത്തില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? കൊടുക്കാത്തത് കൊണ്ടല്ല, തരാൻ സൗകര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ജനാധിപത്യ ഇന്ത്യ ലജ്ജിക്കുകയാണ്. ഈ ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ചരിത്രത്തിൽ ആദ്യമായി 2 സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ മരണപ്പെട്ടവർക്കുള്ള ദുരന്ത നിവാരണ സഹായത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. തമിഴ്നാട്ടിനും കർണാടകയ്ക്കും. ഭരണഘടന അംഗീകരിക്കുന്ന ഒരു രാജ്യത്ത് നാം കൊടുക്കുന്ന നികുതി പണം കൂട്ടിവെച്ച ഖജനാവിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എങ്ങനെ വിതരണം ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന നാട്ടിൽ ഇത്ര വലിയ ധിക്കാരത്തിന് ഈ കേരളം നിന്നുകൊടുക്കാനാകുമോ? ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ബോധപൂർവം കഴുത്തു ഞെരിച്ചു കൊല്ലാൻ, കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ തകർക്കാൻ, കേരളം ഉയർത്തിപ്പിടിച്ച വലിയ ആശയങ്ങൾ ഇല്ലാതാക്കാൻ ബോധപൂർവമായ പരിശ്രമത്തിന്റെ അവസാനത്തെ ആണിയടിക്കലാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, മേപ്പാടിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിങ്ങളുടെ തോമനിച്ച 2.5 വയസ്സുകാരി നൈസ ഇപ്പോഴും വാടക വീട്ടിലാണ്. വാടക കൊടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും വാടക ഒരു തർക്കവുമില്ലാത്ത വിധത്തിൽ കൊടുക്കുന്നു. കേരളത്തിൽ അപ്പോഴും നിങ്ങളുടെ ഒരു സഹായവും ലഭ്യമായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ജനക്കൂട്ടത്തിനോട് പറയട്ടെ, കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രം ശ്രമിച്ചാലും ചൂരൽമലയിലെ ദുരന്തം അനുഭവിച്ച നിരാശ്രയരും നിരാലംബരുമായ അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി സമ്പൂർണമായി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അത് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഉറപ്പാണ്.
2016-ൽ 18-ൽ 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടത്തെ മറികടന്ന നാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളം. 2019-ലെ കോവിഡ് അരങ്ങു തകർത്ത് ലോകത്ത് 64 ലക്ഷം മനുഷ്യരെ ഇല്ലാതാക്കി. തകർന്നില്ല കേരളം. അമേരിക്ക എന്ന സമ്പന്നതയുടെ നടുത്തളത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് കോവിഡ് ബാധിതനായ മനുഷ്യൻ 70 വയസ്സു കഴിഞ്ഞാൽ അവന്റെ മുഖത്തു നിന്ന് ഓക്സിജന്റെ മാസ്ക് ഊരി മാറ്റാൻ നിർബന്ധിതമായ മാലാഖ പെൺകുട്ടികൾ. അമേരിക്ക എന്ന സമ്പന്നതയുടെ രാജ്യത്ത് 70 വയസ്സു കഴിഞ്ഞാൽ ആശുപത്രി കിടക്കയിൽ ഓക്സിജൻ കിട്ടാതിരിക്കുകയായിരുന്നെങ്കിൽ, അഭിമാനത്തോടെ പറയട്ടെ, സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ 109 വയസ്സായ കൗസല്യമായി എന്റെ നാട്ടിൽ 3 കോവിഡിനെ നേരിട്ട് തെങ്ങിടിച്ചാൽ പന വീഴും പോലെ നിൽക്കുക മാത്രമല്ല, 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 2.5 വയസ്സുകാരി കുട്ടിയെ കുളിപ്പിക്കുന്ന നാടായി ഈ കേരളം മാറിയത്. ഈ കേരളത്തിന് ഒരു രക്ഷകർത്താവും കേരളത്തിൽ ഒരു ഗവൺമെന്റും ഉള്ളത് കൊണ്ടാണ്. ആ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട്, ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 8.5 വർഷക്കാലത്തിനിടയിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത വികസന പ്രക്രിയയിലേക്ക് നടന്നുപോയ ഈ കേരളത്തിലെ ഗവൺമെന്റിന് പാലക്കാട് നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകണം. ആ പാലക്കാട്ടെ പ്രതിനിധി ഇനിയുള്ള 1.5 വർഷക്കാലവും തുടർന്ന് അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തും പാലക്കാടിന് വികസനത്തിന്റെ വെള്ളിവെളിച്ചം നടപ്പിലാക്കാൻ ഇടതുപക്ഷ മതേതരത്വ സത്യങ്ങളോടൊപ്പം പാലക്കാടിനെ നടത്താൻ പര്യാപ്തമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങളാരും തടസ്സപ്പെടുത്താത്തത് കൊണ്ട് നോട്ടയൊഴികെ ബാക്കി എല്ലാവർക്കും 23-ാം തീയതി രാവിലെ 7:59 വരെ ഏതവകാശവാദവും നടത്താൻ അധികാരമുണ്ട്. പക്ഷേ എത്ര പേർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും 23-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ പിന്നെ ഒരാളെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കാൻ പറ്റൂ. പാലക്കാടിന് മാത്രമല്ല, കേരളത്തിലെവിടെയും. പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന വിധത്തിൽ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും 23-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തോട്ട് പാലക്കാടുകാർ അയക്കുന്നത് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ചങ്കിടിപ്പിന്റെ നാദം കൃത്യമായി കേൾക്കാൻ കഴിയുന്ന ഒരാളെയായിരിക്കും. അദ്ദേഹത്തിന് ഒരു പേരേയുള്ളൂ, അത് ഡോക്ടർ പി സലീം എന്നാണെന്ന് ഈ സംവിധാനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.